ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദിനമായിരിക്കട്ടെ ഇന്നേ ദിനം. നവംബർ 21 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കാഴ്ചവയ്പ് തിരുനാൾ. മാതാപിതാക്കളായ യോവാക്യമും അന്നയും 3 വയസ്സുള്ള കുഞ്ഞു മേരിയെയും കൊണ്ട് 128 കിലോമീറ്റർ യാത്ര ചെയ്താണ് ജെറുസലേം ദേവാലയത്തിൽ എത്തുന്നത്. പരിശുദ്ധ അമ്മയെ ദൈവത്തിന് കാഴ്ചവെച്ചു. കണ്ണീരോടെയാണെങ്കിലും ആ വേർപാട് അനുഗ്രഹത്തിന്റെ ഒരവസരമായിരുന്നു. തുടർന്നുള്ള ജീവിതം ദേവാലയത്തിലാണ് കുഞ്ഞുമേരി കഴിച്ചത്. ദൈവത്തിന് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥനയുടെ, സമർപ്പണത്തിന്റെ, അനുഗ്രഹത്തിന്റെ ഒരു ജീവിതമായി അത് മാറി. ദൈവമാതാവാകാനുള്ള തെരഞ്ഞെടുപ്പ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. അതിന്റെ ആഴങ്ങൾ തേടുമ്പോൾ അവിടെ വിശുദ്ധിയുണ്ടോ? തിന്മയാണോ നന്മയാണോ മുൻതൂക്കം നൽകി നാം ജീവിതത്തിൽ അനുവർത്തിക്കുന്നത്? സഹ സൃഷ്ടികളോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയാ? ഒന്ന് സടകുടഞ്ഞെഴുന്നേക്കണ്ടേ? നമ്മെ തന്നെ ഒന്ന് ഒരുക്കണ്ടേ? ദൈവത്തെ സ്വന്തമാക്കാനുള്ള ആ വലിയ വിശുദ്ധി വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഏതൊക്കെ മാലിന്യം ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആഴത്തിൽ നവ പറിച്ചു മാറ്റാനുള്ള ദൈവകൃപ ഈ സന്ദേശത്തിലൂടെ എല്ലാവർക്കും ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കാപ്പയ്ക്ക് കീഴിൽ നമുക്ക് ഒന്നു ചേരാം. ദൈവാനുഗ്രഹം വർഷിക്കപ്പെടുന്നുണ്ട്. ആമേൻ.